ഹമ്മാസിൻ മശാഇൻ ബിനമീം. ഈ കള്ളന്മാരാരാണ് ഈ പറയുന്നത്? അവരെ വിശേഷണങ്ങളാണ് ഈ പിറകിൽ ഇങ്ങനെ പറയുന്നത്. ഹമ്മാസിൻ, കുത്തുവാക്കുകൾ പറയുന്ന ആളുകൾ, വാക്കിലൂടെ മറ്റുള്ളവരെ മനസ്സിൽ കുത്തിപ്പറയുന്ന ആളുകൾ. മശാഇൻ ബിനമീം, ഏഷണിയുമായി നടക്കുന്ന വിഭാഗം. ഈ കള്ളന്മാരാരാണ്? മശാഇൻ ബിനമീം, നമീമത്ത് കൊണ്ട് ഏഷണിയുമായി നടക്കുന്ന കൂട്ടരാണ്. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, നന്മകളെയൊക്കെ തടയുന്ന, തിന്മകൾക്ക് വളം വെക്കുന്ന, നല്ല കാര്യങ്ങളെ തടയുന്ന, പരിധി ലംഘിക്കുന്ന കുറ്റവാളികളാണ് ഇവർ നബിയേ. ഉതുല്ലിൻ ബഅദ ദാലിക സനീം, ഉതുല്ലിൻ കൊള്ളക്കാർ, തെമ്മാടികൾ, ഗുണ്ടകൾ. ബഅദ ദാലിക, ഇതിനെല്ലാം പുറമെ സനീം, അറാം പറഞ്ഞ മക്കള്. അങ്ങനെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെ തന്നെ പറഞ്ഞത്. സനീം എന്ന വാക്കിന് വലദു സിനാ, വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടി എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്ന അർത്ഥം. സനീം വലദു സിനാ, ജാരസന്തതി, തന്തയില്ലാത്തത്. അതന്നെ അവർക്ക് തന്തല്ലേ? തന്തണ്ട്. ജാഹിലിയ്യ കാലത്തുള്ള നിക്കാ അടിസ്ഥാനത്തിൽ കല്യാണം കഴിച്ച് പിറന്നവരല്ലേ ഇവര്. പക്ഷെ നമ്മൾ പറയാറുണ്ടല്ലോ സാർ, അറാം പറപ്പ് ചില പ്രവൃത്തിയെ കുറിച്ച് അല്ലേ? അല്ലാഹ് പറഞ്ഞു സനീം, ഇവർ ജാരസന്തതികളാണ്, തന്തയില്ലാത്ത വർഗമാണ്. ആരെ കുറിച്ചാണ് ഇவ்விധത്തിലൊക്കെ പറഞ്ഞതല്ല? കള്ളന്മാരെന്നും കൊടും കുറ്റവാളികളെന്നും നന്മകളെ തടയുന്നവരെന്നും തിന്മകൾക്ക് സഹായം ചെയ്യുന്നവരെന്നും ഒക്കെ പറഞ്ഞത് മശാഇൻ ബിനമീം, നമീമത്തുമായി നടക്കുന്ന കൂട്ടര്, ഏഷണിക്കാരായ ആളുകൾ. അവരാണ് ഈ ഏറ്റവും വലിയ കുഴപ്പക്കാരി എന്ന് വിശുദ്ധ ഖുർആൻ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നമ്മാമു ഹുവ ശർറു ഖൽഖില്ലാഹ്, ആകാശത്തിന്റെ താഴെ പടച്ച തമ്പുരാൻ പല ശർറും പഠിച്ചിട്ടുണ്ട്, പല നാശങ്ങളും പഠിച്ചിട്ടുണ്ട്, പല വഷളന്മാരെയും പഠിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ അതിനീചന്മാർ, അതിവഷളന്മാർ, ഏറ്റവും നാശം പിടിച്ച വർഗം അന്നമ്മാ, ഏഷണിക്കാരാണ്. ആകാശത്തിന്റെ കീഴെ അല്ലാഹ് പടച്ചു വെച്ച നാശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നാശം പിടിച്ച സാധനം അന്നമ്മാമു, ഏഷണിക്കാരനാണ്. അതേ മനുഷ്യവർഗത്തിൽപ്പെട്ട ചെകുത്താന്മാരാണവർ. ആര്? ഏഷണിക്കാർ. മനുഷ്യവർഗത്തിൽ ചെകുത്താണ്ടല്ലോ, ശൈത്താൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യവർഗത്തിലുള്ള പിശാചുക്കൾ അവരാണ് നമ്മാമുകൾ, ഏഷണിക്കാരാണ്. എന്താ പിശാചിന്റെ അജണ്ട? മുസ്ലിമീങ്ങൾക്കിടയിൽ, മുവഹിദുകൾക്കിടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ പിശാചിന്റെ ടാർഗറ്റ് എന്താ? ശിർക്ക് ചെയ്യിപ്പിക്കലൊന്നുമല്ല. ശിർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂല. മുഅ്മിനീങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. മുഅ്മിനീങ്ങളെ കാര്യത്തിൽ എന്താണ് അവന്റെ പണി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന ശൈത്വാന ഖദ് യഇസ അൻ യഅബുദഹുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ് വലാകിൻ ഫി തഹരീശി ബൈനഹും. ഇസ്ലാം ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ വന്നതിനു ശേഷം, നിങ്ങളൊക്കെ മുസ്ലിങ്ങളായി മാറിയതിനു ശേഷം, നിങ്ങളൊക്കെ ഏകദൈവ വിശ്വാസികളായി വന്നതിനു ശേഷം പിശാചിന് നിരാശ വന്നു. നിങ്ങളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ പിശാച് നിരാശപ്പെട്ടിരിക്കുകയാണ്, അവന് പ്രതീക്ഷയില്ല. വലാകിൻ ഫി തഹരീശി ബൈനഹും, നിങ്ങളെ ഈമാൻ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, അവനെ ഇബാദത്ത് ചെയ്യിപ്പിക്കാൻ അവന് സാധിക്കുന്നില്ല, നിങ്ങളുടെ തൗഹീദിൽ കളങ്കം വരുത്താൻ അവന് കഴിയൂല. പക്ഷേ വലാകിൻ ഫി തഹരീശി ബൈനഹും, നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അവന് പറ്റും. ആ കാര്യത്തിൽ അവന് പ്രതീക്ഷയുണ്ട്. നിങ്ങളെ ഈമാൻ ഫസാദാക്കുന്ന കാര്യത്തിൽ അവൻ നിരാശപ്പെട്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്ന കാര്യത്തിൽ അവൻ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയനുസരിച്ച് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നമ്മാമിന്റെ പണി എന്താ? ഏഷണിക്കാരന്റെ പണി എന്താ? അല്ലേ? പിണക്കുക, ഛിദ്രത ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക. ഇതന്നെയാണ് മനുഷ്യ പിശാച് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ,
വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, വൈലെന്ന നരകത്തിലെ തെരുവ് അല്ലെങ്കിൽ കനത്ത നാശം ഏഷണിക്കാർക്കുള്ളതാണ്. മാത്രമല്ല ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നതും ഏഷണിയാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന ആയത്തിൽ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഈ വിശേഷണം ഏഷണിക്കാരെ കുറിച്ച് പറഞ്ഞതാണ് എന്ന്. ഏറ്റവും വലിയ ചതി എന്ന് പറഞ്ഞത് ഒരുപാട് നബിമാരെ ചതിച്ചു, അവരുടെ ഭാര്യമാർ പോലും ചതിച്ചു ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട്. ഖാല അല്ലാഹു തആല ഫി ഇംറഅതി നൂഹിൻ വംറഅതി ലൂത്ത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കെട്ടിയോള്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കെട്ടിയോള്, ഈ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ فخانتاهما فلم يغنيا عنهما من الله شيئا. വിശുദ്ധ ഖുർആൻ. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. കാഫിറുകൾക്ക് ഒരു എക്സാമ്പിൾ, കാഫിറുകൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കാഫിർ എന്ന് പറഞ്ഞാല് എല്ലാ പക്ഷത്തും ഉണ്ടാകും, എല്ലാ കൂട്ടത്തിലും ഉണ്ടാകും എന്നുള്ള പഠിപ്പിച്ചു തരണേ. നമ്മളെ വീട്ടിലുണ്ടാവും, നമ്മുടെ കുടുംബത്തിലുണ്ടാവും. എന്തിനധികം മഹാന്മാരായ പ്രഗത്ഭരായ രണ്ട് പ്രവാചകന്മാരുടെ അടുക്കള കൈകാര്യം ചെയ്തിരുന്നത് പച്ചക്കാഫിരിച്ചികളായിരുന്നു. അള്ളാഹ് പറഞ്ഞു തരാണ് നമുക്ക്. ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. ഇത് സത്യനിഷേധികൾക്കുള്ള ഉദാഹരണമാണ് എന്ന് വെച്ചാൽ ഇത് എവിടെയും കേറി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഫഖാനതാഹുമാ കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ. നമുക്ക് ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ നമ്മുടെ രണ്ടു ദാസന്മാരുടെ കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന പെണ്ണുങ്ങളാണ് ഈ രണ്ട് പെണ്ണുങ്ങളും. അവരെ ഭാര്യമാരായിരുന്നു. എന്നിട്ടോ ഫഖാനതാഹുമാ, ഈ രണ്ട് പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാരായ നബിമാരെ ചതിച്ചു. ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ. ആ ചതി കാരണം ഈ രണ്ട് പെണ്ണുങ്ങളെ അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് ഈ നബിമാർ രക്ഷപ്പെടുത്തിയില്ല. രക്ഷപ്പെടുത്താൻ പറ്റൂല. അവർ കാഫിറുകളായി പോയി, പഴച്ചുപോയി. ഇവിടെ ചതിച്ചു. ഫഖാനതാഹുമാ, ഈ രണ്ട് ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരായ നബിമാരെ ചതിച്ചു എന്ന് പറഞ്ഞ ആയത്തിന്റെ വിവരണത്തിൽ തഫ്സീറിൽ കാണാം. എന്തായിരുന്നു ചതി? നമീമത്തായിരുന്നു, ഏഷണി കൂട്ടി. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കെട്ടിയോൾ എന്താ ചെയ്തത്? സ്വവർഗഭോഗികളായ വൃത്തികെട്ട സമൂഹമാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത. ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് കയറി വരുന്ന അതിഥികളായ സുന്ദരന്മാരായ പുരുഷന്മാരെ കുറിച്ചുള്ള വാർത്ത ലൂത്തിന്റെ ഭാര്യ പുറത്തുള്ള ശത്രുക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. കെട്ടിയോനറിഞ്ഞാ പ്രശ്നമാണ്, പെട്ടെന്ന് വന്നോളൂ, ഇവിടെ ആളെത്തിയിട്ടുണ്ട്. ഇങ്ങനെ വീട്ടിൽ വരുന്ന അതിഥികളെ കുറിച്ചുള്ള വാർത്ത പുറത്തുള്ള ശത്രുക്കളോട് പറഞ്ഞ് ഏഷണി കൂട്ടി ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ. നൂഹ് നബിയുടെ ഭാര്യയോ കൂടെ നിൽക്കേണ്ടതിനു പകരം ശത്രുപക്ഷത്തേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങേർക്ക് പ്രാന്താണ്, ഇങ്ങേർക്ക് വട്ടാണ്, ഇങ്ങനെ എങ്ങനെ തട്ടാൻ പറ്റുന്നത് നിങ്ങൾ നോക്കിക്കോളൂ, സംഗതി ഞാൻ അങ്ങേരെ കെട്ടിയോളൊക്കെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഏഷണി കൂട്ടി. ഫഖാനതാഹുമാ, ഈ നമീമത്തെന്ന ഏഷണിയിലൂടെ ചതിച്ചപ്പോൾ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, നബിമാരെ ഭാര്യമാർ എന്ന ആനുകൂല്യം അവർക്ക് കിട്ടിയില്ല. നബിമാർക്ക് അവരെ രക്ഷപ്പെടുത്താൻ ഒരു കച്ചിത്തുരുമ്പ് പോലും ഇട്ടുകൊടുക്കാൻ സാധിച്ചില്ല. അവർ കാലാകാലം നരകത്തിലുള്ള കാഫിറുകളും കാഫിറുകൾക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള ഉദാഹരണവുമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇനിയും ഖുർആനിൽ ഏഷണിയെ കുറ്റപ്പെടുത്തുന്ന, വിമർശിക്കുന്ന, അതിന്റെ ചതി പറഞ്ഞു തരുന്ന ആയത്തുകൾ വേറെയുമുണ്ട്. നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം. എത്ര ഹദീസുണ്ട് ഈ വിഷയത്തിൽ? ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്. പല ഭാഷകളിലൂടെയാണ് സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുസ്വഭാവത്തെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തത്.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. എത്ര ആരാധനകളുള്ള ആളാണെങ്കിലും, എത്ര ദാനധർമ്മങ്ങളുള്ള ആളാണെങ്കിലും, എത്ര സമൂഹത്തിൽ പ്രസിദ്ധനായ വ്യക്തിയാണെങ്കിലും, എത്ര അറിവുള്ള പണ്ഡിതനാണെങ്കിലും, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, ഏഷണി സ്വഭാവമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമേ ഇല്ല. സ്വർഗത്തിൽ പോകാൻ പറ്റൂല. ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ. നബി തങ്ങൾ വേറൊരു പ്രയോഗത്തിലൂടെ, ഖത്താത്ത് എന്ന് പറഞ്ഞാൽ ഹുവൻ നമ്മാം, ഏഷണിക്കാരനുള്ള വേറൊരു പേരാണ്. അവിടെന്ന് പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, ഇയ്യാകും വൽ ഇള, ഇയ്യാകും വൽ ഇള, നിങ്ങൾ ഇളത്തിനെ സൂക്ഷിക്കണേ. അതദറൂന മൽ ഇള. ഏതാ അൽ ഇള? അന്നമീമ. രണ്ട് വ്യക്തികൾക്കിടയിൽ, രണ്ട് കുടുംബങ്ങൾക്കിടയിൽ, രണ്ട് സമൂഹത്തിനിടയിൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പരസ്പരം അവർക്കിടയിലുള്ള സംസാരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സ്വഭാവം അൽ ഇള. ഒരിക്കൽ സ്വഹാബത്തെല്ലാരും ഇരിക്കുമ്പോ ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിഖിയാരിക്കും, നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിനേറെ ഇഷ്ടപ്പെട്ട സൽഗുണ സമ്പന്നർ ആര് എന്ന് ഞാൻ നിങ്ങൾക്കൊന്നു പറഞ്ഞു തരട്ടെയോ? നിങ്ങളെ കൂട്ടത്തിൽ അലാ ഉഖ്ബിറുക്കും ബിഖിയാരിക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആളുകൾ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കത് കേൾക്കണം. ആരാണത്? അതിൽ പെടാത്ത ആളുകൾക്ക് അതിൽ പെടാനുള്ള സൗകര്യം കൂടി ആകുമല്ലോ ആ സ്വഭാവം പറഞ്ഞു തന്നാല്. ബലാ യാ റസൂലല്ലാഹ്. ഖാല, നിങ്ങളെ കൂട്ടത്തിലെ ഖൈറായ ആളുകൾ അല്ലദീന ഇദാ റുഉ സകറല്ലാഹ്, ഒരു വിഭാഗമാണ്, അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. അങ്ങനെ ഉണ്ടോ? ഇത് ഇന്നും അങ്ങനെയാണ്. ഒരു വിഭാഗം ആള് അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തിയെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. നല്ല കൂട്ടുകാർ അങ്ങനെയല്ലേ? നല്ല കൂട്ടുകാരനെ കണ്ട് സംസാരിക്കുമ്പോ അള്ളാഹിനെ ഓർമ്മ വരും. കാരണം അള്ളാന്റെ വർത്താനം അവൻ പറയാ, ദീനിന്റെ കാര്യമാണ് അവൻ പറയാ. അല്ലദീന ഇദാ റുഉ, അവരെ കാണപ്പെട്ടാൽ, അവരെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയാൽ, സകറല്ലാഹ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ വരും. അതാണ് നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായ ആളുകൾ. അവരുമായിട്ടാണ് നിങ്ങൾ സഹവസിക്കേണ്ടത്, സമ്പർക്കത്തിലാകേണ്ടത്. അലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണെന്നും ഞാനൊന്നു പറഞ്ഞു തരാം. നബി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. പറയൂ നബിയെ, ഏറ്റവും മോശപ്പെട്ടവരാരാ? ഖൈറായവർ, അവരെ കണ്ടാൽ അള്ളാഹനെ ഓർമ്മ വരും, അള്ളാഹനെ ഓർക്കാൻ ഒരു അവസരം ഒരുങ്ങും എന്ന് പറഞ്ഞല്ലോ. മോശപ്പെട്ടവരാരാ? മോശപ്പെട്ട ആളുകൾ അൽ മശാഊന ബിന്നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസാണ്. ഏറ്റവും മോശപ്പെട്ട ആളുകൾ മശാഊന ബിന്നമീമ, ഏഷണിയായിട്ട് നടക്കുന്ന പാർട്ടി. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബത്തി, സ്നേഹത്തോടെ കഴിയുന്ന രണ്ടു പേർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആള്. ഇതാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. ഈ സ്വഭാവം നമ്മൾ മാറ്റിയാൽ തന്നെ നമുക്ക് ആത്മീയമായി വളരാനും മരിച്ചു ചെന്നിട്ട് ഉന്നത സ്ഥാനം സ്വർഗത്തിൽ കിട്ടാനും ഇത് മതി. ഏത് മതി? ഈ സ്വഭാവം ഒന്ന് മാറ്റിയേക്കുക. ഇത് മതി. ഈ സ്വഭാവം ഉണ്ടാവും നമുക്ക്. നമ്മളിത് കരുതും ഇത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അവനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ട് ഞാൻ അവനോട് എങ്ങനെ ഇത് പറയാതിരിക്കുക? അത് പറയലല്ലേ ധർമ്മം എന്ന് ഇബ്ലീസ് വന്ന് മന്ത്രിക്കും ചെയ്യും മനസ്സിൽ. ഈ സെയ്ദ് മുഹമ്മദിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ ഇത് മുഹമ്മദിനെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല, അത് പറയണത്. പറയേണ്ട അവസ്ഥ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ചില സന്ദർഭങ്ങളിൽ നമീമത്ത് അനിവാര്യമായിട്ട് വരും. നമുക്കത് പിറകിൽ ചർച്ച ചെയ്യാം. പൊതുവെ ഇതെന്തിനാ പറയുന്നത്? ഈ ബന്ധം തകർക്കാനും പ്രശ്നം ഉണ്ടാക്കാനും അല്ലേ? അല്ലേ? ഇത് മാറ്റിവെച്ചാൽ തന്നെ നമുക്ക് സ്വർഗത്തിൽ അത്യുന്നത സ്ഥാനം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന നബി അല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, പ്രവാചകനായ ദാവൂദ് നബി, ഖാല,
ഒരിക്ക യാ റബ്ബി പടച്ചവനോട് പറഞ്ഞു, അയ്യു ഇബാദിക അഹബ്ബു ഇലൈക, നിന്റെ അടിമകളിൽ നീ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ ആരാണ്? നീ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ ആരാണ് പടച്ചവനെ, ഒന്ന് പറഞ്ഞു തരാമോ? ഉഹിബ്ബുഹു ബിഹുബ്ബിക, നിനക്കിഷ്ടമുള്ള ആളല്ലേ, എനിക്കൊന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പറഞ്ഞു തരാമോ തമ്പുരാനെ? ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചത് എന്താണ്? നീ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനെ ഒന്ന് പറഞ്ഞു തന്നാല് ഉഹിബ്ബുഹു ബിഹുബ്ബിക, എനിക്കൊന്ന് സ്നേഹിച്ചു നോക്കാനാണ്, ഒന്ന് പറഞ്ഞു തരുമോ പടച്ച റബ്ബേ? ഫഖാല അല്ലാഹു തആല യാ ദാവൂദു അഹബ്ബു ഇബാദി ഇലയ്യ, എന്റെ അടിമകളിൽ എനിക്ക് പ്രിയങ്കരനായ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നേഹനിധിയായ അടിമ ആരാന്നറിയോ? നഖിയുൽ ഖൽബി വനഖിയുൽ കഫൈൻ അല്ലദീ ലാ യഅതി ഇലാ അഹദിൻ സൂആ വലാ യംശി ബിന്നമീമതി. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട അടിമ നഖിയുൽ ഖൽബി, ഹൃദയം ശുദ്ധമായ, മനസ്സ് ശുദ്ധമായ, നഖിയുൽ കഫൈനി, രണ്ട് കൈകളും കളങ്കമില്ലാത്ത, പാപരഹിതമായ, സംശുദ്ധമായ രണ്ട് കരങ്ങളുള്ള, ഖൽബുള്ള മനുഷ്യൻ. ഒരാളിലേക്കും മോശം അയാൾ കൊണ്ടുവരികയില്ല. വലാ യംശി ബിന്നമീമാ, ഒരിക്കലും ഏഷണിയുണ്ടാക്കാത്ത മനുഷ്യൻ, മനസ്സ് ശുദ്ധമായ ആള്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലും കാണാം, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ തന്നെ കാണാം, ലമ്മാ ഖറബല്ലാഹു തആല മൂസ അലൈഹിസ്സലാം നജിയൻ, അല്ലാഹു രഹസ്യ സംഭാഷണത്തിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്തപ്പോൾ, തെരഞ്ഞെടുത്ത അടുത്തേക്ക് കൊണ്ടുപോയല്ലോ, തൂരി സീന മലയിൽ ചെന്ന് സംസാരിക്കാൻ തെരഞ്ഞെടുത്തപ്പോ റആ അബ്ദൻ തഹ്തൽ അർശി, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തൊട്ടുചേർന്ന് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, ഒരു ദാസൻ. അത് രാജാവിന്റെ ദർബാറിലും രാജകൊട്ടാരത്തിന്റെ പുറത്തും രാജസദസ്സിലൊക്കെ പലരും ഉണ്ടാവും. പക്ഷെ രാജാവിന്റെ സിംഹാസനത്തോട് ചേർന്ന് തന്നെ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാല് അത് രാജാവിന്റെ തൊട്ടു താഴെയല്ലേ? ഉടമസ്ഥനായ രാജാതിരാജനായ അല്ലാഹുവുമായിട്ട് സംഭാഷണത്തിന് മൂസ അലൈഹിസ്സലാം ചെന്നപ്പോൾ അല്ലാഹുവിന്റെ അർശിന്റെ തൊട്ടു ചേർന്ന് ഒരു മനുഷ്യനെ, ഒരു മുത്തഖിയായ, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു ദാസനെ മൂസാ നബി അലൈഹിസ്സലാം കണ്ടു. കണ്ടപ്പോൾ മൂസാ നബി ചോദിച്ചു, യാ റബ്ബി മൻ ഹുവ ലഅല്ലി അഅമലു ബിഅമലിഹി, പടച്ചോനെ ആരാണ് ഇയാള്? ലഅല്ലി അഅമലു ബിഅമലിഹി, ആരാണെന്ന് പറഞ്ഞു തന്നാല് അയാള് ചെയ്ത അമൽ എനിക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാജാവിന്റെ തൊട്ടു ചേർന്നിരിക്കുന്ന ആള് ഇയാൾ ആരാ എന്ന് ചോദിക്കാണ്. ഇത് രാജാവ് പ്രത്യേക പരിഗണന കൊടുത്താണ് അടുപ്പിക്കുക. അള്ളാഹ് അടുപ്പിക്കുന്നത് സൽസ്വഭാവവും അമലുസ്വാലിഹാത്തും അടിസ്ഥാനത്തിൽ അടുപ്പിക്കുന്നത്. മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, മൻ ഹുവ, ആരാണ് ഇയാള്? ലഅല്ലി അഅമലു ബിഅമലിഹി, അയാള് ചെയ്ത അമലൊന്ന് ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ടാ പടച്ചമ്പുരാനെ. അല്ലാഹ് പറഞ്ഞു, കാന അബ്ദുൻ ബർറല്ലി വാലിദൈഹി വകാന ലാ യഹ്സുദുൻ നാസ വകാന ലാ യംശി ബിന്നമീമതി. എന്റെ അർശിന്റെ തൊട്ടുചേർന്ന് വന്നു നിൽക്കുന്നത് ആരാന്നറിയോ? മൂസ, ഇദ്ദേഹം മാതാപിതാക്കൾക്ക് വല്ലാതെ ഗുണം ചെയ്യുന്നൊരു മോനായിരുന്നു. ഒന്നാമതായി പറഞ്ഞത് അതാണ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മോനായിരുന്നു. അതുപോലെ ഒരാളോടും അസൂയ വയ്ക്കാത്ത സൽഗുണ സമ്പന്നനും വിശുദ്ധ മനസ്കനുമായിരുന്നു. വലാ യംശി ബിന്നമീമ, ജീവിതകാലത്ത് ഒരിക്കലും ഇയാൾ ഏഷണി ഉണ്ടാക്കാത്ത മനുഷ്യനായിരുന്നു. അതാണ് എന്റെ അർശിന്റെ തൊട്ടുചേർന്ന് വന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതിന്റെ ശിക്ഷ ഹദീസിൽ പറഞ്ഞത് ഏഷണിയുടെ ശിക്ഷ. ഇന്ന സുലുസ അദാബിൽ ഖബരി മിനൻ നമീമ, ഖബറിൽ ശിക്ഷ കിട്ടുന്നത് 3 കാരണങ്ങളാലാണ്. 3 കാരണങ്ങളാണ് ഖബർ ശിക്ഷയുടെ കാരണം. അതിലൊരു കാരണം നമീമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നത് ലൈവായിട്ട് കണ്ടു. ലൈവായിട്ട് അല്ലേ? നമ്മുടെ നബി ആരാ? ആഖിറത്തിൽ നടക്കുന്നത് ദുന്യാവെന്ന് കാണുകയും പറയുകയും ചെയ്യുന്ന നബിയാണ്.
ഇത് പ്രമാണബദ്ധമല്ലേ? ബുഖാരിയിലുള്ളതല്ലേ? ഹദീസിലുള്ളതല്ലേ? ഖബറിന്റെ അടിത്തട്ടിലുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. പൊളിച്ചു നോക്കിയാലും തുറന്നു നോക്കിയാലും ഒന്നും കാണാൻ പറ്റാത്തതാണ് ഖബർ ശിക്ഷ എന്ന് പറയുന്നത്. അത് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റൂല. അത് അസ്ഥികൂടം കിടക്കുന്നുണ്ടാകും, മണ്ണായിട്ടുണ്ടാകും. ഇതാണ് നമ്മൾ കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരത്രിക ജീവിതത്തിന്റെ പ്രഥമ കവാടമായ പ്രഥമ മേഖലയായ ഖബർ ജീവിതം, ആ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് ഭൂമിയുടെ പുറന്തോടിൽ നിന്നുകൊണ്ട് ലൈവായിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഒരാൾ കനത്ത ശിക്ഷ ഏൽക്കുന്നത് ഭിന്നമീമത്തി, ഏഷണി കാരണമാണ് കേട്ടോ. ഏഷണിക്കാരനായിരുന്നു ഒരാൾ. മൻ അശാഅ അലാ മുസ്ലിമിൻ കലിമതൻ ലിയുശീനഹു ബിഹാ ബിഗൈരി ഹഖ്ഖിൻ ശാനഹു അല്ലാഹു ബിഹാ ഫിന്നാരി യൗമൽ ഖിയാമ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മുസ്ലിമിനെ വഷളാക്കാൻ വേണ്ടിയിട്ട് ഒരു വാചകം അവൻ പരസ്യപ്പെടുത്തി. ഒരു വാക്ക്, ഒരു മുസ്ലിമിനെ വഷളാക്കാൻ വേണ്ടി അവന്റെ ഒരു വാക്ക് അവന്റെ ശത്രുവിനോട് ചെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവനെ വഷളാക്കാൻ വേണ്ടി അതങ്ങ് പ്രചരിപ്പിച്ചാൽ ഷാനഹുല്ലാഹു ബിഹാ ഫിന്നാരി യൗമൽ ഖിയാമ, അക്കാരണം താൽ അല്ലാഹു അവനെ നരകത്തിലിട്ട് നാറ്റിക്കും. ഇവിടെ നാറ്റിക്കാൻ പറ്റുന്നത് 10 ആളടിയിലോ ഒരു ജനസഞ്ചയത്തിന്റെ മുന്നിലൊക്കെ നാറ്റിക്കാൻ പറ്റിയേക്കാം. അല്ലാഹു നാറ്റിക്കുന്നത് ഇതിനു പകരമായി നരകത്തിലിട്ട് നാറ്റിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിന്റെ അപകടം മനസ്സിലാക്കാൻ ഇത് പോരെ. മാത്രല്ല, പടച്ച റബ്ബ് പ്രതിജ്ഞ എടുത്തു, സ്വർഗത്തെ പടച്ചിട്ട് നിന്നിലേക്ക് ഒരൊറ്റ ഏഷണിക്കാരനെ ഞാൻ കടത്തി വിടൂല. ഹദീസിൽ കാണാ, രസകരമായ ഹദീസ്, അതിലേറെ നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഹദീസ്. ഇന്നല്ലാഹ തആല ലമ്മാ ഖലഖൽ ജന്നത, പടച്ച തമ്പുരാൻ സ്വർഗ്ഗഭൂമിയെ പടച്ചിട്ട് പ്രവിശാലമായ ആകാശഭൂമികളെക്കാൾ അനന്ത വിസ്തൃതമായ സ്വർഗ്ഗലോകത്തെ അല്ലാഹു പടച്ചിട്ട് ഫഖാല ലഹാ, സ്വർഗ്ഗലോകത്തോട് പടച്ച തമ്പുരാൻ പറഞ്ഞു, തകല്ലമീ, സ്വർഗ്ഗമേ നീ ഒന്നും മിണ്ട്, നീ ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞു അത്രേ അല്ലാഹു. സ്വഹീഹായ ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന. സ്വർഗത്തെ അല്ലാഹു സംവിധാനിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, തകല്ലമീ, സ്വർഗമേ നീ ഒന്നും മിണ്ടു, നീ ഒന്ന് സംസാരിക്കൂ, ഞാനൊന്ന് കേൾക്കട്ടെ. നിന്റെ സംസാരം എനിക്ക് ലോകത്തോട് പ്രവാചകന്മാരുടെ നാവുകളിലൂടെ പറയാനാണ്, നീ ഒന്നും മിണ്ടു. ഫഖാലത്ത്, സ്വർഗം എന്ന വനിത പറഞ്ഞു, സ്ത്രീലിംഗാണ് സ്വർഗത്തിന് ഉപയോഗിക്കുന്നത്. ഫഖാലത്ത്, സ്വർഗം പറഞ്ഞു, സഇദ മൻ ദഖലനീ, എന്റെ ഉടമസ്ഥനെ, എന്റെ തമ്പുരാനെ, അല്ലാഹുവേ, എനിക്ക് മറ്റൊന്നും പറയാനില്ല. സഇദ മൻ ദഖലനീ, എന്നിൽ ആരൊക്കെ പ്രവേശിച്ചു അവർ രക്ഷപ്പെട്ടതു തന്നെ, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സഇദ മൻ ദഖലനി, ആരൊക്കെ എന്നിലേക്ക് കയറി വന്നു അവർ രക്ഷപ്പെട്ടു, ഇത്രേ പറയാനുള്ളൂ പഠിച്ചോനെ. അപ്പൊ അല്ലാഹ് പറഞ്ഞു, നിനക്ക് അത്രേ പറയാനുള്ളൂ, എന്നാൽ എനിക്ക് ചിലത് പറയാണ്ട്. ഫഖാലൽ ജബ്ബാറു ജല്ല ജലാലു, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു, എനിക്ക് ചിലത് നിന്നോടായിട്ട് പറയാനുണ്ട്. ലാ യസ്കുനു ഫീകി സമാനിയതു നഫരിൻ മിനന്നാസ്, ലാ യസ്കുനു ഫീകി, നിന്നിൽ പ്രവേശിക്കില്ല, നിന്നിൽ താമസിക്കില്ല. സമാനിയതു നഫരിൻ മിനന്നാസ്, ജനങ്ങളിൽ നിന്നുള്ള 8 ഗ്രൂപ്പ് നിന്നിൽ താമസിക്കൂല. വഇസ്സതി വജലാലി, എന്റെ പ്രതാപമാണ് സത്യം, എന്റെ കരുത്താണ് സത്യം, എന്റെ മഹാത്മ്യമാണ് സത്യം, ഞാൻ കയറ്റി വിടൂല. 8 ഗ്രൂപ്പിനെ ഞാൻ കയറ്റി വിടൂല നിന്നിലേക്ക്. ഏതാണത്? അല്ലാഹു എണ്ണി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ മുദമ്മിനു ഖംറിൻ വലാ മുസിറുൻ അലസ്സിനാ വലാ ഖത്താത്തുൻ വലാ ദുയൂസുൻ വലാ ശുറത്തിയുൻ വലാ മുഖന്നസുൻ വലാ ഖാതിഉ റഹ്മിൻ. എണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞത് നമുക്ക് പറഞ്ഞു തന്നു. ഒന്നേതാ? ലാ മുദമ്മിനു ഖംറിൻ, മദ്യത്തിനടിമപ്പെട്ട ആള്. വല്ലപ്പോഴും കുടിച്ചോന് നല്ല തോപ്പിക കഴിച്ചിലാവും. ലാ മുദമ്മിനു ഖംറിൻ, മദ്യത്തിന് അടിമപ്പെട്ട മനുഷ്യൻ. വലാ മുസിറുൻ അലസ്സിനാ, വ്യഭിചാരം തൊഴിലാക്കിയ, അത് ഇടക്കിടക്ക് ചെയ്യുന്ന ആള്.
സാഹചര്യം കൊണ്ട് ഒരിക്കൽ പെട്ടുപോയി തൗബ ചെയ്ത് രക്ഷപ്പെട്ടാല് അവന് സ്വർഗം കിട്ടും എന്ന് തന്നെയാണ് ഈ പറയുന്നത്. ഇതൊരു മുസിർന, അതിൽ നിത്യമായ ആള്, വ്യഭിചാരത്തിൽ നിത്യമായ ആൾ, അവനെ ഞാൻ കയറ്റി വിടൂല. വലാ ഖത്താത്തുൻ, ഏഷണിക്കാരെ ഞാൻ കേറ്റൂല, ഏഷണി സ്വഭാവമുള്ളവരെ കേറ്റൂല. വലാ ദുയൂസുൻ, കൂട്ടിക്കൊടുപ്പുകാര്. അതൊക്കെ ഉണ്ട് കേട്ടോ. ദുബായിലോ സൗദിയിലോ ഒക്കെ പോയി നോക്ക്. ഇവിടുന്ന് വലിയ ബിസിനസ്സിന് പോകുന്ന ആളുകൾക്ക് ഇവിടുന്ന് പെണ്ണുങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വലിയ നിസ്കാരത്തായമ്പൊക്കെ ഉള്ള ആളുകൾ പത്രത്തിൽ പിടിച്ചാല് അച്ചായമാരോ ഹിന്ദുക്കളൊന്നും അല്ല, ചങ്ങായിമാരെ, കാക്കാമാരാണ് അതിലൊക്കെ മുന്നിലുള്ളത്. ഇതൊക്കെ വലിയ അപകടമാണ്. ചിലര് പോയിട്ട് 2 മാസം കൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ടുള്ള വരുമല്ലോ അല്ലേ. വലാ ദുയൂസുൻ, കൂട്ടിക്കൊടുപ്പുകാരായ ആളുകൾ. വലാ ശുറത്തിയുൻ, അക്രമികളായ പോലീസുകാര്. പോലീസുകാർ സ്വഭാവം നന്നാക്കണം. DGP എത്ര വഴന്നറിഞ്ഞു, എന്നാലും വായിന്ന് തുണിന്റെ അടിയിലുള്ളതേ വിളിക്കുള്ളൂ. സാറേ മാഡം എന്നൊക്കെ വിളിക്കണം എന്നൊക്കെയാണ് പോലീസുകാരോടുള്ള നിർദ്ദേശം, അവരോടുള്ള ഡയറക്ഷൻ അതാണ്. പക്ഷെ അവരാ സ്വഭാവം മാറ്റൂല. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞു വലാ ശുറത്തിയുൻ, റോങ് സ്വഭാവം കാണിക്കുന്ന പോലീസുകാരനെ കേറ്റൂല, സ്വർഗ്ഗയെ നിന്നിലേക്ക് കേറ്റൂല. വലാ മുഹന്നസുൻ, സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷൻ തിരിച്ചു. ജീൻസ് ഒക്കെ ഇട്ട് നടക്കുന്ന നമ്മളെ പെൺപിള്ളേരുണ്ടല്ലോ, പേടിക്കണത്. ചെറിയ പുള്ളല്ലേ, 16 വയസ്സായിട്ടുണ്ട്, എന്നിട്ടാ ജീൻസ് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ജാതികൾ നിന്നിലേക്ക് കേറൂല, നിന്നിൽ താമസിക്കുകയില്ല. വലാ ഖാതിഉ റഹിമിൻ, 7ാമത് കുടുംബബന്ധം മുറിക്കുന്നവരെ നിന്നിൽ കേറ്റൂല. 8ാമതായിട്ട് പറഞ്ഞത് വാക്തത്വ ലംഘനം നടത്തുന്ന, കരാറ് പൊളിക്കുന്ന പാർട്ടിക്കാരെയും നിന്നിൽ കേറ്റൂല. എന്തിനധികം ഏഷണി ഒപ്പിക്കുന്ന ആളുകൾ സഭയിലുണ്ടെങ്കിൽ, സദസ്സിലുണ്ടെങ്കിൽ ദുആ ചെയ്താൽ ഉത്തരം ഉണ്ടാവില്ല. നമ്മളിപ്പോ വെള്ളിയാഴ്ച ഉള്ളപ്പോ ഇന്ന് അല്ലേ, ഒരാഴ്ചയിലെ നേതാവാണ് വെള്ളിയാഴ്ച. ഒരുപാട് മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയുടെ മഹത്വം ഹദീസിൽ എത്ര ഉണ്ട്? നമുക്ക് ഇൻഷാ അല്ലാഹ് അവസരം വരികയാണെങ്കിൽ വെള്ളിയാഴ്ചന്റെ മഹത്വം ഒരു ദിവസം പറയാം, അത്രമാത്രം ഉണ്ട്. എന്താ കാര്യം? വെള്ളിയാഴ്ച ദുആ ചെയ്യാണ് നമ്മൾ പള്ളിയിൽ ഖുതുബയ്ക്ക് ശേഷം അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്യാണ്. ഇതിൽ ഒരു ഏഷണിക്കാരൻ ഉണ്ടാവും, അള്ളാഹ് ആ ഭാഗം തിരിഞ്ഞു നോക്കൂല. ഇപ്പൊ എന്താ ചെയ്യാ? മാർഗണ്ട്. ആ മാർഗാണ് ഇപ്പൊ പറയുന്നത്. ഇന്ന ബനി ഇസ്രായീല അസ്വാബഹും ഖഹ്തുൻ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇസ്രായേലിൽ കൊടും വരൾച്ച വന്നു. അപ്പൊ ഇന്നും വരട്ടോ, മഴ കുറച്ചങ്ങോട്ട് ഇന്ത്യ കാണാൻ എന്താണ് അവസ്ഥ. ഇപ്പൊ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കുടിവെള്ളത്തിന് വേണ്ടി യുദ്ധം നടന്നു. നിങ്ങൾ അറിഞ്ഞില്ലേ? പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? ഈ അവസ്ഥ നമ്മുടെ നാട്ടിലും വന്നേക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തോ കോടതിയൊക്കെ ഇടപെട്ട് വെള്ളമൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഉള്ള വെള്ളല്ലേ ഈ തരുന്നത്. അള്ളാഹു ഇതൊന്ന് പിടിച്ചു വെച്ചാൽ എന്താകും അവസ്ഥ? ഇതുപോലെ മുൻകാല ജനതയിൽ ഇടക്കിടക്ക് അള്ളാഹു പരീക്ഷിച്ചു. കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ നമ്മെ. അത് വല്ലാത്തൊരു അദാബാണത്. ഇസ്രായേലിൽ കൊടും വരൾച്ച വന്നപ്പോ ഇസ്തസ്ഖാ മൂസ അലൈഹിസ്സലാം മറാത്തിൻ, കലീമുല്ലാഹി മൂസ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നബി, പല തവണ ആ ജനതയെ വിളിച്ച് മഴ തേടി ദുആ ചെയ്തു. ഫമാ സുഖൂ, ഒരു തുള്ളി വെള്ളം, ഇന്നലെ വൈകുന്നേരം പെയ്തതുപോലെ ഒരു തുള്ളി വെള്ളം ആകാശത്ത് നിന്ന് വരുന്നില്ല. ഫമാ സുഖൂ, അവർക്ക് മഴ കിട്ടിയതേ ഇല്ല. നിരാശപ്പെട്ട് മൂസാ നബി അലൈഹി സ്വലാം, പടച്ച റബ്ബേ എവിടെ ഇപ്പൊ കുഴപ്പം? നിന്നോട് ചോദിച്ചാ നീ തരുന്നല്ലേ പറഞ്ഞത്, എവിടെ ഇപ്പൊ കുഴപ്പം എന്ന് ആലോചിച്ചു നിന്നപ്പോൾ ഔഹല്ലാഹു തആല ഇലൈഹി, മൂസാ നബി അലൈഹി സ്വലാമിന് വഹ്യ് കൊടുത്തു, സന്ദേശം കൊടുത്തു, മെസ്സേജ് കൊടുത്തു. എന്താ മെസ്സേജ്? ലാ അസ്തജീബു ലക വലിമൻ മഅക, താങ്കൾക്കും താങ്കളെ കൂടെയുള്ളവർക്കും ഞാൻ ഉത്തരം ചെയ്യുന്ന പ്രശ്നമേ ഇല്ല, മഴ തരുന്ന പ്രശ്നമേ ഇല്ല, കുടിവെള്ളം തരുന്ന പ്രശ്നമേ ഇല്ല. കാരണം വഫീക്കും നമ്മാമുൻ, നിങ്ങളെ കൂട്ടത്തിൽ കുറച്ച് ഏഷണിക്കാരുണ്ട്, അതുകൊണ്ട് എന്നെ മഴ തരൂല. ആരാ ദുആ ചെയ്തത്? മൂസാ നബി അലൈഹി സ്വലാം. ആത്മാർത്ഥമായി. അത് ഒരു തവണയല്ല, മറാത്തിൻ എന്നാണ് ഹദീസിൽ കാണുന്നത്. പല തവണ കിട്ടിയില്ല മഴ. കാരണം അല്ലാഹു അറിയിച്ചു കൊടുത്തു, വഫീക്കും നമ്മാമുൻ, ഏഷണിക്കാരുള്ള സഭയിൽ വെച്ച് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം തരില്ല പ്രവാചക. അപ്പൊ മൂസാ നബി ചോദിച്ചു, യാ റബ്ബി മൻ ഹുവ ഹത്താ ഉഖ്രിജഹു മിൻ ബൈനിനാ, ഈ ബഡ്കൂസാൾ ആരാന്ന് പറഞ്ഞാ പിടിച്ച് ഞാൻ പുറത്താക്കിയിട്ട് ദുആ ചെയ്തോളാം. അപ്പൊ നമുക്ക് അള്ളാഹിനോട് ചോദിക്കാമല്ലോ. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, വലിയ ഏഷണിക്കാരുണ്ടെങ്കിൽ നമുക്ക് അവിടെ പുറത്ത് കമ്മിറ്റിക്കാര് പിരിവിന് നിൽക്കുന്ന മാതിരി അവിടെ നിർത്തുക. എന്നിട്ട് കേറി വരുമ്പോ തൽക്കാലം എങ്ങോട്ട് കയറണ്ട, വീട്ടിലേക്ക് പോയിക്കോ, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടിക്കോട്ടെ.
അല്ലെ? ഇതേപോലെ മൂസാ നബി ചോദിച്ചു അത്രേ, മൻ ഹുവ ഹത്താ ഉഖ്രിജഹു മിൻ ബൈനിനാ, ഇതാരാന്നൊന്ന് പറഞ്ഞു തന്നാല് റബ്ബേ പിടിച്ചു പുറത്താക്കിയേക്കാം, അതുകൊണ്ടൊന്ന് പറഞ്ഞോണ്ടായിരുന്നു. അപ്പൊ അള്ളാഹ് പറഞ്ഞ മറുപടിയാണ് രസകരമായത്. യാ മൂസ അൻഹാക്കും അനിൻ നമീമ വ അകൂന നമ്മാമ, ഏഷണി പാടില്ല എന്ന് പറഞ്ഞ ഞാൻ ഏഷണിക്കാരനാകാൻ പറ്റുമോ? മനസ്സിലായില്ല? ചങ്ങായിനെ പറഞ്ഞു കൊടുത്താൽ പിടിച്ച് പുറത്തു കൊടുക്കൂല, ഇത് വലിയൊരു കലാപത്തിന് കാരണാവൂലേ? യാ മൂസ അൻഹാക്കും അനിൻ നമീമ, നിങ്ങളോട് ഏഷണി പാടില്ല എന്ന് പറഞ്ഞു വ അകൂന നമ്മാമ, ഞാൻ തന്നെ ഏഷണി ഉണ്ടാക്കിയ, ഞാൻ പറഞ്ഞു തരൂലായിരുന്നു. അപ്പൊ മൂസാ നബിക്ക് ബുദ്ധി ഉണ്ടല്ലോ, ഇനിയിപ്പോ എന്താ പോകും വഴി? ഫതാബു ജമിയാ, എല്ലാരോടും പറഞ്ഞു നമ്മളെ കൂട്ടത്തിൽ കുറച്ച് പിഴച്ചവന്മാരുണ്ട്, ആർക്കാന്ന് ചിലപ്പോ സ്വയം തന്നെ അറിയില്ല, എനിക്കെന്നെ അറിയില്ല ഞാനാണോന്ന്, അതുകൊണ്ട് നമുക്കൊക്കെ ആത്മാർത്ഥമായി തൗബ ചെയ്യാ. ഫതാബു ജമിയാ, എല്ലാവരും തൗബ ചെയ്തു. ഫസുഖു, അവർക്ക് എമ്പാടും മഴ കിട്ടി, വെള്ളം കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഉത്തരം കിട്ടണ്ടേ? നമ്മൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യാ. പടച്ചോനെ, വിവരക്കുറവുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് പല ഏഷണി ഞാനും ഒപ്പിച്ചിട്ടുണ്ട്, റബ്ബേ മാപ്പാക്കണമെന്ന് ഇരുന്ന് പടച്ചോനോട് അങ്ങോട്ട് ദുആ ചെയ്യാ. അള്ളാഹ് സ്വീകരിച്ചാൽ നമ്മളെ ദുആക്ക് ഇജാബത്ത് കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമീമത്തിന്റെ ബാക്കി